ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മികച്ചൊരു തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ IT ജയന്റ് ആയിട്ടുള്ള ആക്സെഞ്ചറിന്റെ ആ ഒരു ഗൈഡൻസ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളെ തുടർന്ന് IT സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഏകദേശം 3 മുതൽ 4% ആ ഒരു ഇടിവ് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് IT സെക്ടറിൽ ആ ഒരു തകർച്ചയിൽ നിന്നും നേരിയ തോതിലുള്ള ഒരു റിക്കവറി നടത്തിക്കൊണ്ട് ഒരു സ്റ്റെബിലിറ്റി കൈവരിച്ചതായിട്ട് കാണാം. എന്നാൽ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള ആ ഒരു വൻ ഇടിവിൽ നിന്നും വലിയൊരു തിരിച്ചുവരവ് നടന്നിട്ടില്ലെങ്കിലും മാർക്കറ്റിൽ താഴോട്ടേക്ക് പോകാതെ ശക്തമായി ഹോൾഡ് ചെയ്യാനും ഒരു ഗ്രീൻ സോണിലേക്ക് തിരിച്ചെത്താനും IT സെക്ടറിന് ഇന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ നാസ്ഡാക്കിൽ ഉണ്ടായ പോസിറ്റീവ് ചലനങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു റിക്കവറിക്ക് IT സ്റ്റോക്കുകളെ സഹായിച്ചത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്നത്തെ നിഫ്റ്റിയുടെ പ്രകടനത്തിൽ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് ട്രേഡിൽ നിഫ്റ്റി ഏകദേശം 93 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെയാണ് തുടങ്ങിയത്. അതിനുശേഷം 24,168 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് റേഞ്ച് വരെ എത്തിയിരുന്നു. ഫൈനലായിട്ട് ഇപ്പോൾ 24,102 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് ബ്രെഡ് നമ്മൾ പരിശോധിച്ചാൽ 57% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, 38% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെക്ടർ തിരിച്ചുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടർ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അധികം മുന്നോട്ടേക്ക് കൊണ്ടുപോയ സെക്ടറാണ്. അതുപോലെ എനർജി ആൻഡ് ഡിഫൻസിലും നല്ല മുന്നേറ്റം ഉണ്ടായി. റിലയൻസ് ഒക്കെ ഇന്ന് 2% മുന്നോട്ടേക്ക് പോയിരുന്നു. അതുപോലെ നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു വളറ്റിലിറ്റി സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് ഇന്ന് 12 എന്ന ലെവലിലേക്ക് തിരിച്ചെത്തിയതായിട്ട് കാണാം. അപ്പം പൊതുവെ മാർക്കറ്റിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച വലിയ ആശങ്ക സൃഷ്ടിച്ച ഗോൾഡ് സിൽവർ പ്രൈസുകൾ ഇന്ന് നേരിയ ഒരു റിക്കവറി നടത്തിയതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റ് ആയാലും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആയാലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റി 50യിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്ക് തീർച്ചയായിട്ടും സിപ്ലൈ ആണ്. അതിന്റെ മുൻപത്തെ ക്ലോസിംഗിൽ നിന്ന് ഏകദേശം 4% ഈ സ്റ്റോക്ക് ഉയർന്നിട്ട് 1400 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ബ്രോക്കറേജുമായിട്ടുള്ള സിറ്റി ഗ്രൂപ്പ് ഈ സിപ്ല ഓഹരികൾക്ക് ഒരു ബൈ റേറ്റിംഗ് നിലനിർത്തിയും വരും ദിവസങ്ങളിൽ 1700 വരെ ഈ സ്റ്റോക്കിന് ഒരു ടാർഗറ്റ് നിശ്ചയിച്ചതായിട്ടും കാണാം. കൂടാതെ 90 ഡേയ്സിൽ ഈ സ്റ്റോക്കിന് അവർ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് വാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഈ സ്റ്റോക്കിലേക്ക് ആകർഷിക്കാൻ കാരണമായിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത കുറച്ച് ടൈം പീരീഡിൽ US മാർക്കറ്റിൽ നിന്നും സിപ്ലയ്ക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കുമെന്നാണ് ബ്രോക്കറേജിൻ്റെ വിലയിരുത്തൽ. ഇപ്പോൾ US മാർക്കറ്റിൽ ജി ഫ്ലോവെന്റ് അതുപോലെ ജി വെൻഡോളിൻ തുടങ്ങിയ സിപ്ലയുടെ കോംപ്ലക്സ് റെസ്പിറേറ്ററി ഇൻഹേലറുകൾക്ക് US FDA അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. കമ്പനിയുടെ ഇൻഡോറിലുള്ള പ്ലാന്റിൽ നടക്കാനിരിക്കുന്ന ഈ US FDAയുടെ റീ ഇൻസ്പെക്ഷൻ അത് പോസിറ്റീവായിരിക്കുമെന്ന പ്രതീക്ഷയും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു മുന്നേറ്റത്തിന് ഇപ്പോൾ കാരണമായിട്ടുള്ളത്. കൂടാതെ സിപ്ലയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഇന്ത്യയിലുള്ള അവരുടെ പ്രിസ്ക്രിപ്ഷൻ ബിസിനസ്സാണ്. ഇന്ത്യയിലെ ഈ റെസ്പിറേറ്ററി മരുന്നുകളുടെ അതായത് ശ്വാസകോശ സംബന്ധമായ മരുന്നുകളുടെ ആ ഒരു മാർക്കറ്റിൽ സിപ്ലയ്ക്കാണ് 1ാം സ്ഥാനമുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറുകളിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടായപ്പോഴും ഇന്ത്യയിൽ അവരുടെ സെയിൽസ് 15%-ലധികം ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സിപ്ലയുടെ ഈ ഒരു മുന്നേറ്റം മറ്റ് ഫാർമ സ്റ്റോക്കുകളിലും ഒരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ റെഡ്ഡി ലാബ്സ്, സൺഫാർമയൊക്കെ ഈ രീതിയിൽ പോസിറ്റീവ് ക്ലോസ് ആയിട്ട് കാണാം. മാർക്കറ്റ് ഏറ്റവും അധികം ആശങ്കയോടെ നോക്കിക്കാണുന്ന ഇപ്പോഴത്തെ ഇറാൻ US-ന്റെ ആ ഒരു ചർച്ച സ്വിറ്റ്സർലാൻഡിലെ ബർഗൻ സ്റ്റോക്ക് റിസോർട്ടിൽ വെച്ച് അതിൻ്റെ ആദ്യ റൗണ്ട് ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചില കടുത്ത സോഷ്യൽ മീഡിയ പ്രസ്താവനകളെ തുടർന്ന് ചർച്ചകളുടെ തുടക്കത്തിൽ ചെറിയ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായെങ്കിലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമായിട്ട് വലിയ പുരോഗതിയാണ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ 18 മണിക്കൂർ നീണ്ട വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 60 ദിവസത്തിനകം ഒരു ഫൈനൽ പീസ് ഡീലിൽ എത്തുമെന്നുള്ള ഒരു റോഡ് മാപ്പ് രണ്ടുപേരും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഹോർമസ് സ്ട്രെയ്റ്റിലൂടെയുള്ള ഷിപ്പ് മൂവ്മെന്റ് സുരക്ഷിതമാക്കാൻ ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ലൈൻ സ്ഥാപിക്കാനും അതുപോലെ ലെബനോനിലെ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് അതിനെ നിരീക്ഷിക്കാൻ ഒരു ഡീ കൺഫ്ലിക്ഷൻ സെല്ല് രൂപീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ മരവിപ്പിച്ച അസറ്റുകൾ വിട്ടു നൽകാനും അവരുടെ ഓയിൽ എക്സ്പോർട്ടിന് ഇളവുകൾ നൽകാനും ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഹൈ ലെവൽ മീറ്റിങ്ങുകൾ ഓൾറെഡി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ട് ചർച്ചകൾ ഈ ഒരു നിലവിലുള്ള ഈ ഒരു ഡീലിൻ്റെ ടെക്നിക്കൽ സൈഡ് വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ആ ചർച്ച ഇനിയും തുടരും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ക്രൂഡ് ഓയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ചർച്ചകൾ വിജയകരമായതിനെ തുടർന്ന് ബ്രണ്ട് ക്രൂഡിൻ്റെ വില ഏകദേശം 2% ഇടിഞ്ഞുകൊണ്ട് 78 എന്ന ലെവലിൽ എത്തിയതായിട്ട് കാണാം.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് 81 എന്ന ലെവൽ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചർച്ച പൂർണ്ണ വിജയത്തിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 70-75 റേഞ്ചിലേക്ക് താഴാനുള്ള എല്ലാ സാധ്യതകളുമാണ് പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇന്ന് ഓയിൽ ആൻഡ് മാർക്കറ്റ് കമ്പനികൾക്ക് ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് വന്നതായിട്ട് കാണാം. ഇപ്പോൾ റിലയൻസ്, BPCL, HPCL, IOCL ഒക്കെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് കാണാം. അതുപോലെ ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ടിലേക്ക് പോയ ഒരു സ്റ്റോക്കാണ് കിർലോസ്കർ ഓയിൽ എൻജിൻസ് ലിമിറ്റഡ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് സെഗ്മെന്റിലുള്ള ഈ കിർലോസ്കർ അവർക്ക് ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഒരു പ്രമുഖ കമ്പനിയായിട്ടുള്ള ഹൈപ്പർ നെക്സ്റ്റിൽ നിന്നും ലഭിച്ച ഒരു വലിയ ഓർഡറാണ് ഇന്നത്തെ ഒരു കുതിച്ചുകാട്ടത്തിന് കാരണമായത്. അപ്പോൾ 192 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഡാറ്റാ സെൻറ്റർ പവർ സിസ്റ്റം വിതരണം ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിപ്രൈം ഡ്യുവൽ കോർ എന്ന് പറയുന്ന പവർ സിസ്റ്റം 96 യൂണിറ്റുകളാണ് ഇവർ കൈമാറാൻ പോകുന്നത്. അപ്പോൾ ഈ കിർലോസ്കർ ഒരു സാധാരണ എഞ്ചിൻ നിർമ്മാതാക്കൾ എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ അതിവേഗം വളരുന്ന ഒരു AI എനാബിൾഡ് ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഒരു പ്രധാന പാർട്ട്ണറായിട്ട് മാറുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കിർലോസ്കറിൻ്റെ ഒരു ബിസിനസ് നമുക്ക് 4 സെഗ്മെന്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഡാറ്റാ സെൻറ്റർ, ഹോസ്പിറ്റലുകൾ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ വ്യവസായങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ള വലിയ പവർ ബാക്കപ്പ് ജനറേറ്ററുകളാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ. ഇതുകൂടാതെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ പമ്പുകൾ, പവർ ടില്ലറുകൾ, ചെറുകിട കാർഷിക ഉപകരണങ്ങളൊക്കെ ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഇതുകൂടാതെ വ്യവസായ ആവശ്യങ്ങൾക്കായിട്ടുള്ള കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, ക്രെയിനുകൾ, അതുപോലെ മറ്റ് ഹെവി ഡ്യൂട്ടി ഡീസൽ എഞ്ചിനുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവർക്ക് പ്രധാനമായിട്ടുള്ള എക്സ്പോർട്ട് ബിസിനസ്സും ഉണ്ട്. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൽപ്പന്നങ്ങൾ കയറ്റിയേക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ അപ്പർ സർക്യൂട്ടോടുകൂടി ഇത് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ എത്തിയിരിക്കുകയാണ്. 2389 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതിന്റെ PE റേഷ്യോ ഇപ്പോൾ 52:61 എന്നുള്ള ഹൈ PE-യിലാണ്. വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ, ഒരു റീടെസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നിലവിലിപ്പോൾ അതിൻ്റെ പഴയ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 1990, 2000 എന്നുള്ള ആ ഒരു ലെവൽ ഇപ്പോൾ ശക്തമായ ഒരു സപ്പോർട്ട് ലെവലായിട്ട് മാറിയിട്ടുണ്ട്. പല ബ്രോക്കറേജുകളും ഇതിന് 2430 എന്നുള്ള ഒരു ടാർഗറ്റൊക്കെ നിശ്ചയിച്ചതായിട്ട് കാണാം. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിലവിലുള്ള ഈ ഒരു റേറ്റിൽ വാങ്ങുന്നതിനേക്കാൾ ഒരു സ്റ്റാഗേർഡ് മാനറിൽ ഓരോ ഡിപ്പിലും വാങ്ങുന്നതായിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇതുപോലെ തന്നെ ഇന്ന് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് മേഖലയിലുള്ള പല സ്റ്റോക്കുകളും നല്ല മുന്നേറ്റം നടന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് അവിടെ ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻ ഇന്ന് 14% വരെ ഇൻട്രാഡേയിൽ കുതിച്ചുയർന്നതായിട്ട് കാണാം. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാടെക് വാബാഗ്, അതുപോലെ എൻവിറോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് തുടങ്ങിയ മറ്റ് പ്രധാനപ്പെട്ട വാട്ടർ തീം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ കൈവശം വരും വർഷങ്ങളിലേക്ക് ആവശ്യമായ വൻകിട പ്രൊജക്റ്റുകളുടെ വലിയൊരു ഓർഡർ നിലവിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളായിട്ടുള്ള ജൽജീവൻ മിഷൻ, നവാമി ഗംഗെ, അമൃത് പോലെയുള്ള സ്കീമുകൾക്ക് വലിയ ഫണ്ടുകളാണ് അനുവദിക്കുന്നത്. അപ്പോൾ റൂറൽ അർബൻ മേഖലകളിലുള്ള ശുദ്ധജല വിതരണ നെറ്റ്വർക്ക് അതിൻ്റെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് 35,000 കോടിയിലധികം രൂപയുടെ കാപ്പെക്സ് പ്ലാനുകളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഈ വാട്ടർ തീം സ്റ്റോക്കുകളിലാണ് ലഭിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിലവിൽ ജൂൺ മാസത്തെ മൺസൂൺ അതിൻ്റെ മഴയുടെ ആ ഒരു കുറവ് ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൽനിനോ പ്രതിഭാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മഴ കുറയുകയാണെങ്കിൽ വ്യവസായങ്ങൾക്കും കൃഷിക്കും കടൽ വെള്ളം ശുദ്ധീകരിക്കൽ എന്നിവയുടെയൊക്കെ ആവശ്യകത വലിയ തോതിൽ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഈ സ്റ്റോക്കുകളുടെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ടർ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരു സെഗ്മെൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നോക്കുകയാണെങ്കിൽ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 0.87 എന്ന ലെവലിലാണ്. അതുപോലെ മാക്സ് പെയിൻ 24,100 എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ഈ പുട്ട് കോൾ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൈൽഡ്ലി ബെയറിഷ്, അതേസമയം ന്യൂട്രൽ എന്ന ഒരു റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ 24,100, 24,200 ലെവലുകൾ ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അതുപോലെ സപ്പോർട്ട് ലെവൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് 24,000 വന്നതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ 24,150, 200 ലെവലുകൾ ബ്രേക്ക് ചെയ്യപ്പെടണം. അല്ല താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ 24,000 ബ്രേക്ക് ചെയ്യപ്പെടണം. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഒരു എക്സ്പയറി വോളറ്റിലിറ്റി ആയിരിക്കും നമ്മൾ ഒരുപക്ഷെ നാളെ മാർക്കറ്റിൽ കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.